അവരുടെ കല്യാണം നടക്കുന്നത് കൊണ്ട് എനിക്ക് ശരിക്കും നല്ല സന്തോഷമുണ്ട്. നല്ല പെർഫെക്റ്റ് ജോഡി അവര്. പക്ഷെ എന്റെ സന്തോഷത്തിന് വേറെ പല കാരണങ്ങൾ കൂടിയുണ്ട്. റൗഡി കൊച്ചി കുടുംബത്തിലെ മരുമകളായി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. ഈ വീട്ടില് നമ്മൾ ആരാണെന്നും നമ്മൾക്കുള്ളവർ ആരാണെന്നൊക്കെ. അമ്മയെന്ന് പറഞ്ഞ സ്നേഹം നടിച്ച് മക്കളെ നശിപ്പിക്കാൻ ഒരാൾ നടക്കുന്നു. അവരുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. മദർ ഇന്ത്യയുടെ മനസ്സിലെന്താണെന്ന് അറിയണമെങ്കിൽ റൗഡി കൊച്ചി ഈ വീട്ടിലേക്ക് വന്നു കയറിയേ പറ്റുള്ളൂ. വിക്കി, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് പിന്നെ സ്വിമ്മിംഗ് ഷോർട്സ് വാങ്ങിക്കണോ അതോ വേറെ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങണമെന്ന് ആലോചിക്കായിരുന്നു. വിക്കി, ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലായില്ല അല്ലേ? ഹലോ ഹലോ, ഇത് വിക്രാന്ത് മേനോൻ അല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ നിങ്ങളുടെ ഒരു പുതിയ ക്ലയന്റ്. ഇന്ന് നമുക്കൊരു മീറ്റിംഗിന് സമയം ഉണ്ടാവോ? ഇന്നോ? ഇന്ന് സമയമില്ലല്ലോ, ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫീസിലോട്ട് വന്നോളൂ. 2 ദിവസോ? അതൊരുപാട് ലേറ്റ് ആവില്ലേ മിസ്റ്റർ വിക്രാന്ത്? 2 ദിവസത്തിൽ എനിക്ക് ഓസ്ട്രേലിയക്ക് തിരികെ പോകാനുള്ളതാ. ഇന്ന് കാണുമായിരുന്നെങ്കിൽ ഡീൽ ഓക്കെ ആയിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 75 crores നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. എന്ത് 75 crores? ചേട്ടനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡീൽ ഓക്കെ ആക്കാനേ. ചേട്ടൻ ഓഫീസിലെ ടെൻഷനൊന്നും അറിയിക്കാതിരിക്കാൻ ഇത്ര നല്ല ഓഫർ വേണ്ടാന്ന് വെക്കുന്നത് ശരിയാണോ? ഹലോ, എക്സ്ക്യൂസ് മീ. യാ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ അത് സാരമില്ല. നിങ്ങൾ സ്റ്റാർട്ടപ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് അർജന്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാർക്കറ്റിൽ വേറെ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ. നോ, അങ്ങനെയൊന്നുമല്ല. കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതാ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇന്ന് എവിടേക്കാ വരേണ്ടത്? ഗുഡ്. ഇപ്പൊ തന്നെ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടേക്കാം, അവിടേക്ക് വന്നോളൂ. യാ ഷുവർ, ഞാൻ ഇപ്പൊ തന്നെ എത്താം. സീ യു. ആർതി, എന്താ പറ വിക്കി? സ്വിമ്മിംഗ് ഷോർട്സിന്റെ കാര്യമാണെങ്കിൽ ഞാനിത് ഇപ്പൊ പോവാട്ടോ. അയ്യോ അതൊന്നും അല്ല, ഒരു 2 hours ഞാൻ ഒന്ന് പുറത്തോട്ട് വരാം. പുതിയ ക്ലയന്റ് 75 crores ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. ഇത് വേണ്ടാന്ന് വെക്കാൻ ഒരു വഴിയില്ല. ഒരു സ്മോൾ മീറ്റിംഗ് ആണ്. അവരിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അവരുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. നോ വറീസ്, ഞാൻ പെട്ടെന്ന് പോയി വേഗം തിരിച്ചു വന്നേക്കാം. എന്നാലും വേദാന്തേട്ടനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോക്കൂടെ? വേണ്ട ആരതി, നാളെ എൻഗേജ്മെന്റ് അല്ലേ. ഈ സമയത്ത് ബിസിനസ് ടെൻഷൻ കൊടുക്കുന്നത് തീരെ ശരിയല്ല. ഈ എൻഗേജ്മെന്റ് കഴിയുന്നതുവരെ ഓഫീസ് വർക്ക് എന്ത് വന്നാലും അത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോമിസ് ചെയ്താ. ഈ സമയത്ത് ഇതൊന്നും ചേട്ടനെ ഏൽപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുമാത്രമല്ല, ക്ലയന്റുമായിട്ടുള്ള ഇനിഷ്യൽ മീറ്റിങ്ങിനൊക്കെ ചേട്ടനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും അവസാനം ഡീൽ ഓക്കെ പറയേണ്ടത് ചേട്ടൻ തന്നെയാണ്. ഇന്ന് പോയിട്ട് ഡീൽ ഓക്കെ ആയി കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ഡേക്ക് ചേട്ടനൊരു ഗുഡ് ന്യൂസ് കൊടുക്കാലോ. വിക്കി പറയുന്നതൊക്കെ കേട്ടിട്ട് ഇത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. എന്നാ ലേറ്റ് ആക്കണ്ട, പോയിട്ട് വാ. ഞാൻ പെട്ടെന്ന് വരാം. എടി സൂക്ഷിച്ചു. നീങ്ങി വാ. എടി, ഈ സ്ഥലത്തേക്ക് എന്തിനാ വരാൻ പറഞ്ഞത്? കണ്ടിട്ടും ഒരു ഭാർഗവി നിലയം പോലെ തോന്നുന്നുണ്ട്. അയച്ച ലൊക്കേഷൻ ഇത് തന്നെയാണോ നോക്കേ? ടൈലർ വരാൻ പറഞ്ഞത് ഇവിടെ തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇവിടുന്ന് ബ്ലൗസ് കളക്ട് ചെയ്യുന്ന എന്തിനാ നീ പറഞ്ഞേ? നീ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കി. ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് തന്നെയാ, പക്ഷെ ഞാൻ ഫോൺ ചെയ്തിട്ട് അവർ ഒരു കോള് പോലും റിസീവ് ചെയ്യുന്നില്ല. ഓ, ഈ ടൈലറിന്റെ കയ്യിൽ എന്തിനാ ബ്ലൗസ് കൊടുക്കാൻ പോയത്? നീ അല്ലേ പറഞ്ഞേ രാത്രിയാണെങ്കിൽ ബ്ലൗസ് കിട്ടിയേ പറ്റൂന്ന്? ബോധമില്ലാത്ത
ഇല്ലാത്ത കഴുതേ, നാളെ നിശ്ചയമാണെന്ന് അറിയില്ലേ നിനക്ക്? ഓഹോ, നിന്റെ ചെക്കൻ എൻഗേജ്മെന്റിന് വേണ്ടിട്ട് കണ്ട നാട്ടിൽ പോയി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയല്ലേ? അതുപോലെ ടൈലറിനെ ബുക്ക് ചെയ്യായിരുന്നില്ലേ? എന്നോട് ദേഷ്യപ്പെടുന്നു. എടി, അത് നിന്റെ ചേട്ടനാ. റെസ്പെക്ട് ഇല്ലാത്ത സംസാരിച്ച നല്ല അടി കിട്ടും. ആണോ? നിനക്ക് ചേട്ടനോട് ദേഷ്യപ്പെടാം, ഇറിറ്റേറ്റ് ചെയ്യാം, ഇൻസൾട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ അപ്പൊ ദേഷ്യം വരും അല്ലേ? അതേടി, അവൻ എന്റെ മാത്രം ചെറുക്കനാ. ഞാൻ 1000 കുറ്റം പറയും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. നിന്റെ ചെക്കനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അത് വേണ്ടെന്ന് ആര് പറഞ്ഞു? എന്റെ ചെക്കനെ പറഞ്ഞാലുണ്ടല്ലോ നല്ല അടി തരിഞ്ഞ്. റൗഡി ബേബിയാണെന്ന് മറക്കണ്ട നീ. നിങ്ങളുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാ? ഞാൻ അയച്ച ലൊക്കേഷനിൽ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നോ? ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. നിങ്ങൾ എവിടെയാ നിൽക്കുന്നേ? നീ ആ ഫോണും തന്നെ. അതെ, ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണം? ഞങ്ങൾ ഇവിടെ വന്നിട്ട് 1/2 മണിക്കൂറായി. ഒരുപാട് സമയമായിട്ട് നിൽക്കുവോ? നിങ്ങൾ എന്താ ഇത്ര സമയമായിട്ട് ഫോൺ എടുക്കാത്തെ? നിങ്ങളുടെ ബ്ലൗസ് റെഡിയാക്കണ്ടേ? അതും പാക്ക് ചെയ്തൊക്കെ വെക്കണമായിരുന്നു. ഫോൺ ആ സമയത്ത് സൈലന്റ് ആയിരുന്നു. അതാ വിളിച്ചിട്ട് കേൾക്കാതിരുന്നേ. നിങ്ങൾ കുറച്ച് മുന്നിലേക്ക് വന്നോളൂ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. പിടിക്ക്, വാ. കൊറേ നേരമായിട്ട് ആദ്യം എടുത്ത് വിളിക്കുന്നു. നീ എടുത്തിട്ട് എന്താന്ന് ചോദിക്കും. ആ, ഫാൻസി കടയിൽ നിന്ന് എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അത് കയറി വാങ്ങ. അപ്പോഴേക്കും ഞാൻ പോയി ബ്ലൗസ് വാങ്ങിട്ട് വരാം. ശരി ചേച്ചി, വേഗം വരണേ. ശരി, നീ സൂക്ഷിച്ചു പോ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വാതില് തുറക്ക്. ആരാ ഇത്? ആരാ പൂട്ടിയത്? വാതില് തുറക്ക്. ഹലോ, ആരെങ്കിലും പുറത്തുണ്ടോ? പ്ലീസ് വാതിലൊന്ന് തുറക്ക്. ആരാ അവിടെ? കഥ ഓപ്പൺ ചെയ്യ്. ഈ ഡോർ ഓപ്പൺ ചെയ്യ്. ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഡോർ ഒന്ന് തുറക്ക് പ്ലീസ്. വാതില് തുറക്ക്. അമ്മു, നിന്നെ ലോക്ക് ചെയ്യുന്നത് ഇത്ര കേസി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതിഥിക്ക് ഇങ്ങനൊരു അഡ്രസ് കൊടുക്കാൻ ആ ടൈലറിന് കുറച്ച് കാശ് ചെലവായി എന്നുള്ളത് ശരിയാ. അതിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. നാളെ നീ ഇനി എൻഗേജ്മെന്റ് ലൊക്കേഷനിലേക്ക് എങ്ങനെയാ എത്തുന്നേന്ന് എനിക്കൊന്ന് കാണണം മോളെ. പക്ഷേ ഞാൻ അവിടെ ഉണ്ടാവും. കുറെ നാളായി ഞാൻ കാണുന്നു. ഇനി ആ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാരും കൂടി എങ്ങനെയാ നിങ്ങളെ ഒരുമിപ്പിക്കുന്നേന്ന്. അവര് പറഞ്ഞ ലൊക്കേഷൻ ഇത് തന്നെയാണല്ലോ. അതെ, ഇത് തന്നെയാ. ഇവിടെ വെച്ച് ആരെങ്കിലും ക്ലൈംബിറ്റിംഗ് നടത്തോ? ഇവിടെ വെച്ച് എന്ത് ഡിസ്കസ് ചെയ്യാനാ? ഇനി ഈ ലൊക്കേഷൻ എങ്ങാനും
ഒരു ട്രാപ്പായിരിക്കും. എന്നെ ട്രാപ്പ് ചെയ്യേണ്ട കാര്യം ഇവിടെ ആർക്കുമില്ലല്ലോ. Hey fools, stop it! Hey! Stop the car, man! Hey! Hey, നിർത്താൻ! എന്റെ വണ്ടി തിരിച്ചാടാ. ഇവിടെ റേഞ്ച് കിട്ടത്തില്ലല്ലോ. ദിസ് ഈസ് എ ട്രാപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്യും? നാളെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ആയിട്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നേ? വേദാന്തിന്റെ വീട്ടിലുള്ളവർക്കും സമയത്ത് അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളത്തെ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരുപാട് നാള് വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? എന്നാലല്ലേ പിന്നെ നല്ലൊരു മുഹൂർത്തം ഉണ്ടാവുള്ളൂ. അയ്യോ, വീട്ടിലുള്ള എല്ലാവരും അവിടെ എത്തുമ്പോഴേക്കും മുഹൂർത്തമൊക്കെ കഴിഞ്ഞു പോവും. ഇനി എന്ത് പറയണോന്നോ? ഇതുവരെ ജോലിയൊന്നും കഴിഞ്ഞില്ലേ? നാളെ ചേട്ടന്റെ എൻഗേജ്മെന്റ് അല്ലേ? വീട്ടിൽ എന്തൊക്കെ ജോലിയാ ബാക്കിയുള്ളത്? അതെല്ലാം വിട്ട് നീ ഇപ്പോഴും ഓഫീസിലിരിക്കുകയാണല്ലേ? നിനക്ക് തീരെ ഇപ്പൊ ഉത്തരവാദിത്വം ഇല്ല. സോറി ആദ്യ, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. വേദാന്ത അവിടെ ബിസി അല്ലേ, അതുകൊണ്ട് എല്ലാ വർക്കും ഞാൻ തന്നെ ചെയ്യുന്നത്. എല്ലാത്തിനും നിനക്ക് കാരണങ്ങളുണ്ടല്ലോ. ശരി, വേഗം വരാൻ നോക്ക്. ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ സിദ്ധാർത്ഥ്? ശരി ശരി, ഞാൻ വേഗം തന്നെ വരാം. ഓക്കേടാ, ബൈ. അല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു. പവർ ഓണാക്കാൻ മറന്നുപോയോ? പവറും പോയോ? ഈ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ. എന്ത് ചെയ്യും? കറണ്ട് ഇല്ലെങ്കിൽ ഈ ഡോർ ഓപ്പൺ ആവില്ലല്ലോ. അല്ല, UPS ഓഫായോ? പണ്ടൊരിക്കല് ഇതുപോലെ ഷോർട്ട് സർക്യൂട്ടായി ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ എങ്ങാനാണെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ കിടക്കേണ്ടി വരുമല്ലോ. കുറച്ചു മുമ്പ് സിദ്ധാർത്ഥിന് ടീ കൊണ്ടു കൊടുക്കാൻ പോയ ആളെ കൊണ്ട് ചാർജറിന്റെ പ്ലഗ് ഓഫ് ചെയ്തത് ഞാനാണെന്ന് സിദ്ധാർത്ഥ് ഒരിക്കലും അറിയില്ല. ഇപ്പോ ഈ ബിൽഡിങ്ങിന്റെ പവർ തന്നെ ഞാൻ കട്ട് ചെയ്തിരിക്കുകയല്ലേ. ഇനി UPS പോലും വർക്കാവില്ല. ഡോറും ലോക്ക്ഡാ. സോ സിദ്ധാർത്ഥ് ഇപ്പോ ഈ ഓഫീസിൽ ലോക്കായി കഴിഞ്ഞിരിക്കുകയാണ്. വെൽ ഡൺ അഹല്യ. സോ പ്രൗഡ് ഓഫ് യു. എന്തൊരു കഷ്ടം ഇത്. ഇവൾക്ക് യാതൊരു ബോധമില്ല. സമയത്ത് എത്തണമെന്ന് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഹലോ പ്രേമി. ഏയ്, രണ്ടുപേരും ഇത് എവിടെയാ? ബ്ലൗസ് കിട്ടിയോ? അമ്മൂനെ കാണുന്നില്ല എന്ന് പറഞ്ഞ അമ്മ ഇപ്പൊ ഫോണിൽ കൂടി ക്ലാസ് എടുക്കാൻ തുടങ്ങും. എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടുന്നതാ നല്ലത്. ബ്ലൗസ് ഒക്കെ കിട്ടി പ്രേമി. കിട്ടിയല്ലേ? ഇപ്പോഴേ സമാധാനായേ. ഏയ്, അത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഒന്ന് ഇട്ട് നോക്കുന്നതാ നല്ലത്. പിന്നെ നാളെ അവിടെ ചെന്ന് കഴിയുമ്പോ അത് ലൂസായി ഫിറ്റിംഗ് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് എല്ലാം ശരിയാക്കിട്ട് വന്നാ മതി. ഹലോ 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 പ്രേമി. ഹലോ, എനിക്ക് അമ്മ പറയുന്നൊന്നും കേൾക്കുന്നില്ല.
ഹലോ ഹലോ. ഏയ് എന്തൊരു ഫോണാ ഇത്? അത്യാവശ്യ സമയത്തൊന്നും കേക്കില്ല. ഏയ് കേക്കുന്നുണ്ടോ നിനക്ക്? ആ ആ, ആ, ശരി ശരി, വേഗം വരാൻ നോക്ക്. ഇപ്പൊ തന്നെ ലേറ്റായി. ആ ഇവളിത് എങ്ങോട്ട് പോയി? ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? വേറെ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ബ്ലൗസും വാങ്ങി വരായിരുന്നു. ആ, ഇനി എന്നെ മറന്നിട്ട് പോയി കാണോ? ചേച്ചേ, വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് പോവാ? ഇനി എങ്ങാനും വേദാന്തേട്ടൻ വേറെ എവിടെയെങ്കിലും വന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവോ? വേദാന്തേട്ടന്റെ കോള് വന്നു കഴിഞ്ഞാ ചുറ്റുമുള്ളത് എല്ലാം അവള് മറക്കുമല്ലോ. ഛേ, ഇങ്ങോട്ട് വരട്ടെ, വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാം. അഹങ്കാരമാവാം, പക്ഷെ ഇത്ര അഹങ്കാരം പാടില്ല. അല്ല, കൂടെ വന്നവളെ മറക്കുന്നത് ശരിയാണോ? അവളുടെ അഹങ്കാരം നോക്ക്. കള്ള മുതുക്കി. അടുത്ത തവണ എന്നെ വിളിക്കാൻ വാ നീ, അപ്പൊ കാണിച്ചു തരാം. കള്ള മുതുക്കി. ഏയ് അഞ്ജു, ഒന്നിങ്ങോട്ട് വന്നേ. എന്നാ? ആ, അമ്മ ഇങ്ങോട്ട് വന്നോ? ആഹാ, ചേച്ചിയുടെ കൂടെ പോയത് നീയല്ലേ? എന്നിട്ട് എന്നോട് വന്ന് ചോദിക്കുന്നോ? എനിക്കെങ്ങനെ അറിയാനാ? അപ്പോ അവളിതുവരെ വീട്ടിലേക്ക് വന്നില്ലേ? നിങ്ങളല്ലേ പോയത്? അല്ല, ചേച്ചി എന്തിനാ നിന്നെ ഒറ്റക്ക് നിർത്തിയിട്ട് പോരുന്നേ? ഇന്ന് വരെ ചേച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത് ശരിയാലേ. പിന്നെ എങ്ങോട്ടാ പോയത്? ഇവിടേക്ക് വന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിർത്തിയിട്ട് പോയ സ്ഥലത്ത് കണ്ടതുമില്ല. എന്നെ വിട്ട് ഒറ്റയ്ക്ക് വന്നുള്ള ദേഷ്യത്തിലാ ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ പോകുന്നത്. ബട്ട് ഈ സമയത്ത് അവൾ എങ്ങോട്ട് പോയി കാണും? ഞാൻ എല്ലായിടത്തും നോക്കിയതാ. നിങ്ങൾ വന്നോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ വാങ്ങിക്കാൻ പോയ ബ്ലൗസ് എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ബ്ലൗസ് വീട്ടിലെത്തിയിട്ടുണ്ടെന്നോ? അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ അയച്ച് അവിടെ വന്ന് കളക്ട് ചെയ്യാൻ എന്തിനാ പറഞ്ഞേ? അയ്യോ, വിളിച്ചു നോക്കാന്ന് വെച്ചാൽ അവളുടെ ഫോൺ എന്റെ കയ്യിലാ തന്നിരിക്കുന്നേ. ഇവളിത് എങ്ങോട്ടാ പോയേ? എന്താ ഇത്ര ലേറ്റ് ആയത്? അമ്മ എവിടെ? അമ്മൂനെ വേദാന്തേട്ടൻ ഫോൺ ചെയ്തിരുന്നു. ഒരു ചെറിയ റൈഡ് പോയിട്ട് വരാന്ന് പറഞ്ഞതാ. അവര് രണ്ടുപേരും കൂടി പോയതാ. ഇപ്പൊ തന്നെ തിരിച്ചു വരും. അമ്മ അറിഞ്ഞ പ്രശ്നമാണെന്ന് നമുക്കറിയാം, അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് പ്ലേറ്റ് ചേഞ്ച് ചെയ്തത്. ഏയ്, ഈ സമയത്ത് എന്ത് റൈഡാ? ഞാനവളെ ഫോൺ ചെയ്യട്ടെ. രണ്ടെണ്ണം പറഞ്ഞാലേ അവക്ക് ബുദ്ധി വരും. ബോധമല്ലേ? നാളെ രാവിലെ അവരുടെ എൻഗേജ്മെന്റ് അല്ലേ? എന്നിട്ട് ഈ രാത്രിയിൽ എങ്ങോട്ട് പോയതാ? കാണിച്ചു കൊടുക്കാൻ ഞാൻ. നോക്ക്, അവളെ ഒരു മുതുക്കിയ. അമ്മ അവളേക്കാൾ ഓൾഡ് ഫാഷനാ. അതായത് നോക്ക്, പറയുന്ന കേക്ക് എന്റെ പ്രേമി. അമ്മയും അച്ഛനും കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിച്ചവരല്ലേ? പക്ഷെ അമ്മു ചേച്ചിയും വേദാന്തേട്ടനും പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കുന്നവരാ. നാളെ എൻഗേജ്മെന്റ് അല്ലേ? ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ വരും. അതിനിപ്പോ എന്താ? ഈ സമയത്ത് അവരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയാണോ? അത് സ്വർഗത്തിലെ കട്ടുറുമ്പ് കയറുന്ന അല്ല, അങ്ങനെ ആയി പോവൂലേ? അത് പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അമ്മ അകത്ത് പോയി നാളത്തെ എൻഗേജ്മെന്റിന് റെഡിയാവ്. അതല്ലേ നല്ലത്? ഗുഡ് പ്രേമി. പോ 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 പോ. കഴിഞ്ഞില്ലേ? നിർത്ത്. വന്നേ. എന്റെ പൊന്നു വിക്കി, നീ ഇതെവിടെ പോയതാ? എനിക്ക് ശരിക്കും നല്ല ടെൻഷൻ ആവുന്നുണ്ട്.
പെട്ടെന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രയായി? വിക്കി ഇത് എങ്ങോട്ടാ പോയതെന്ന് വേദാന്തേട്ടൻ എന്നോട് വന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്ത് ഉത്തരാ പറയാ? ആരതി, വിക്കി ചേട്ടൻ എവിടെ? ഞാൻ ഒരുപാട് നേരമായിട്ട് വിക്കിയെ കോളിന് ട്രൈ ചെയ്യാം. കോൾ ചെയ്ത് നോക്കാണോ? ചേട്ടൻ ഈ സമയത്ത് എവിടെ പോയി? അത് കുറച്ചു മുന്നേ ഒരു ക്ലയന്റ് വിക്കിയെ കോൾ ചെയ്തിരുന്നു. അവരുമായിട്ടൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. എന്നിട്ട് ഇതുവരെയായിട്ടും വന്നില്ല. ഈ സമയത്തിനൊക്കെ എത്തേണ്ടതായിരുന്നു. നാളെയാണെങ്കിൽ വേദാന്തേട്ടന്റെ എൻഗേജ്മെന്റും അല്ലേ. ആദ്യം വിളിച്ച സമയത്ത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാ. സിദ്ധാർത്ഥ് ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല ആരതി. രണ്ടുപേർക്കും ഇപ്പൊ തീരെ ഉത്തരവാദിത്വം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിളിച്ചു നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ഓഫീസിലാണെങ്കിൽ കോൾ കണക്ട് ആവുന്നുമില്ല. വിക്കി ചേട്ടനോട് കാര്യം ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോ വിക്കി ചേട്ടനും ഇല്ല. ഈ വീട്ടിലെ ഭർത്താക്കന്മാർക്ക് തീരെ ബുദ്ധിയില്ലെന്ന് ഉറപ്പാ. നാളെ വേദാന്തേട്ടന്റെ എൻഗേജ്മെന്റാ. പെട്ടെന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇവർക്കൊന്നും അറിയില്ലേ? വീട്ടിലിരിക്കുന്ന ഭാര്യമാർ എന്തോരം ടെൻഷൻ അടിക്കുമെന്ന് ഓർത്ത് ഒന്ന് ഫോൺ ചെയ്യാനുള്ള ബോധം പോലും ഇവർക്കില്ലേ? അവരുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും കറങ്ങി നടന്ന ഒരു പ്രശ്നവും ഇല്ല. അതാണ് വലുത്. രണ്ടുപേരും വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്.